യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആര് വിശ്വസിച്ചാൽ മതി? ആര് വിശ്വസിച്ചാൽ മതി? കർത്താവായ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിച്ചാൽ മതി? ഞാൻ വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശുവിൽ അങ്ങോട്ട് വിശ്വസിക്കുക, അപ്പൊ ഞാൻ രക്ഷ പ്രാപിച്ചു, എൻ്റെ വീട് രക്ഷ പ്രാപിച്ചു എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. യേശുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കണമെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷ പ്രാപിച്ചേ എന്ന് അങ്ങനെ ഒരു രക്ഷ പ്രാപിക്കലില്ല. പിന്നെയോ രക്ഷ പ്രാപിക്കണമെങ്കിൽ അതിന് പറയുന്ന പ്രകാരമാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി വാങ്ങി തന്ന മുഴുവൻ കൃപാവരവും നമ്മൾ സ്വീകരിക്കുന്നതിന് പറയുന്ന പേരാണ് രക്ഷ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചു ഇല്ലേ? ഈ കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയിൽ നിന്ന് എന്താണോ ഈശോ നമുക്ക് തരാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായി നമുക്ക് തരണം. അതിന് പറയുന്ന പേരാണ് അത് സ്വീകരിക്കുന്നതിന് പറയുന്ന പേരാണ് രക്ഷ. ചിലർ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നതാണ് രക്ഷ എന്നാണ്. അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി അപ്പം രക്ഷ പ്രാപിച്ചു. അതാണ് ചിലരുടെ വിചാരം. മറ്റു ചിലരുടെ വിചാരം എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടുകൾ വന്നു, ക്ലേശങ്ങൾ വന്നു, ദുരിതങ്ങൾ വന്നു, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടി, കുറേ സമ്പത്തുണ്ടായി, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിച്ചു. ഇതാണ് ചിലരുടെ രക്ഷ. എന്നാൽ ഈശോ മിശിഹ ഇതൊന്നുമല്ല അർത്ഥമാക്കുന്നത്. ഇതൊന്നുമല്ല ഈശോ മിശിഹ അർത്ഥമാക്കുന്നത്. ഈശോ മിശിഹ ആഗ്രഹിക്കുന്നത് ഈശോ കാൽവരി കുരിശിൽ മനുഷ്യർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് എന്തോ അത് പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കണം. ഇതിനെയാണ് ഈശോ മിശിഹ രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഈശോ മിശിഹ കാൽവരിയിലെ കുരിശിൽ മരിച്ച് നമുക്ക് തന്നത്? നമ്മളത് അറിയണ്ടേ? വേണോ? ഉറക്കെ പറയൂ, വേണോ? വേണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്കത് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ എന്താണ് ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി തന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അത് പഠിക്കണമെങ്കിൽ ദൈവമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആണോ? അതെ, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനൊരു മനുഷ്യകോലത്തെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ഇപ്പം നമ്മളെ സൃഷ്ടിച്ച പോലെ അല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം പരിപൂർണനാണല്ലോ. ആണോ? ദൈവം പരിപൂർണനാണോ? ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം പരിപൂർണനാണെന്നാണ്. അപ്പോൾ ദൈവം സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ഏതെന്നോട്ടത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. ഒന്നാം ദിവസം ദൈവം ഇത് സൃഷ്ടിച്ചു, നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. രണ്ടാം ദിവസം ദൈവം അടുത്തത് സൃഷ്ടിച്ചു, നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. 6 ദിവസവും ദൈവം സൃഷ്ടിച്ചു, എല്ലാം നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. ദൈവം സൃഷ്ടിച്ചതൊക്കെ നന്നായിരിക്കുന്നു. പിന്നെ എന്താ നമ്മളെന്താ ഇങ്ങനെയായി? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പറയുന്ന പേരാണ് പാപം. ബൈബിളിൻ്റെ ഭാഷയിൽ ആ പ്രശ്നത്തെ പറയുന്ന പേരാണ് പാപം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയുടെ ആ പരിപൂർണതയിൽ നിന്ന് അപൂർണതയിലേക്ക് മനുഷ്യനെ നടത്തിയതിനെ പറയുന്ന പേരാണ് പാപം. ദൈവം സൃഷ്ടിച്ച അനശ്വരതയിൽ നിന്ന് നശ്വരതയിലേക്ക് വീണിട്ടുള്ളതിന് പറയുന്ന പേരാണ് പാപം. ഹല്ലേലൂയ. അതായത് ശ്രദ്ധിക്കണേ, പാപം വഴി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ കാര്യങ്ങളെയും നീക്കിക്കളയാനും പാപം വഴി
മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ചു തരാനുമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മരിച്ചതിന് ശേഷം സ്വർഗത്തെ പോയിട്ടാണ് രക്ഷ എന്നാണ്. അല്ല. ഈശോ മിശിഹ പറയുന്നത് ഇപ്രകാരമാണ്: ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്വർഗത്തിൽ പോകണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്വർഗത്തിൽ പോകണം. അല്ലാതെ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം സ്വർഗത്തിൽ പോകാത്തവൻ മരിച്ചതിന് ശേഷവും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്താണ് സ്വർഗം? എന്താ സ്വർഗം? അങ്ങകലെ എവിടെയോ ഒരു കൂടാരം, അതാണ് സ്വർഗം എന്ന് നമ്മൾ ധരിക്കുകയാണ്. അല്ല, ദൈവം വസിക്കുന്ന ഇടത്തെ പറയുന്ന പേരാണ് സ്വർഗം. ദൈവം ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാൽ ഇവിടം എന്തായി മാറുന്നു? സ്വർഗമായി മാറുന്നു. അങ്ങനെ സ്വർഗത്തെ പോകുന്നവനാണ് മരിച്ചാലും അത് തുടരുന്നു. സ്വർഗത്തെ പോകും. അല്ലാത്തവൻ പോകുമോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ പറഞ്ഞത്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. എന്നിട്ട് മരിക്കണില്ലേ നിങ്ങൾ? എന്നിട്ട് ഞാനും നിങ്ങളും മരിക്കുന്നില്ലേ? മരിക്കുന്നുണ്ട്. എന്താണ് അതിനർത്ഥം? നിത്യജീവിതം എന്ന് പറയുന്ന ആ ലെവലിലേക്ക് മാറാന്ന് പറഞ്ഞു. ഇപ്പം മാറണം. അപ്പം മരണമല്ലാതായി തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വീണ്ടും കടന്നു വരികയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? നമ്മളത് എടുക്കാൻ പോവുക. എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ? അതറിയണമെങ്കിൽ നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് കടന്നു തരണം. അതറിയണമെങ്കിൽ എവിടെ പോകണം? ഏദൻ തോട്ടത്തിലേക്ക് പോകണം. ആദവും ഹവ്വയുമാണ് ദൈവത്തിൻ്റെ സങ്കല്പത്തിലുള്ള സൃഷ്ടികൾ, അല്ലേ? അവരാണ് ദൈവം പൂർണ്ണതയെ സൃഷ്ടിച്ചത്. അവരുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ ചില നഷ്ടങ്ങൾ അവർക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ നഷ്ടം നമ്മൾ മനസ്സിലാക്കണേ. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത്, എഴുതി വെച്ചോളൂ, വിശുദ്ധിയുടെ വസ്ത്രം. ഒന്നാമത്തെ നഷ്ടം വിശുദ്ധിയുടെ വസ്ത്രം. ഒന്നാമത്തെ നഷ്ടം അതാണ് കേട്ടോ. എന്താ കാരണം? നമ്മൾ ബൈബിളിലെ വചനത്തിൽ വായിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് ഈ കണ്ണു തുറന്നത്? പാപം കടന്നു വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? യഥാർത്ഥത്തിൽ അവർക്കൊരു വസ്ത്രം ഉണ്ടായിരുന്നു. ആ വസ്ത്രത്തിൻ്റെ പേരാണ് വിശുദ്ധിയുടെ വസ്ത്രം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വസ്ത്രം. ഇങ്ങനൊരു വസ്ത്രം കൊണ്ട് ദൈവം അവരെ പ്രകാശത്തിൻ്റെ വലിയൊരു മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ചിട്ട് അവരെ വിട്ടിട്ടുള്ളത്. പാപം കടന്നു വന്നപ്പോൾ ഈ വിശുദ്ധിയുടെ വസ്ത്രം അങ്ങോട്ട് കീറിപ്പോയി. ഈ മഹത്വത്തിൻ്റെ വസ്ത്രം അങ്ങ് കീറിപ്പോയി. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ നഷ്ടം എന്താണ്? വിശുദ്ധിയുടെ വസ്ത്രം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഇനി രണ്ടാമതൊരു നഷ്ടം ഉണ്ടായി. എന്തെന്നറിയാമോ? ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിച്ചാൽ, നന്മത്തിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. അവർ മരിച്ചോ? ആദം ഹവ്വ പഴം ഭക്ഷിച്ചു, അവർ മരിച്ചോ? അത് പോയ്സനാണ്, അത് വിഷമാണ്, തിന്നരുതെന്ന് ദൈവം പറഞ്ഞതാ. അവരത് തിന്നു, പക്ഷെ അവർ മരിച്ചില്ല. എന്താണ് മരണം? എന്താ മരണം? എൻ്റെ അപ്പാപ്പൻ മരിച്ചുപോയി. ഇനി എനിക്ക് എൻ്റെ അപ്പാപ്പനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാരണം എന്താ? എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ അപ്പാപ്പൻ എന്നേക്കുമായി വിട്ടുപോയി. എങ്ങോട്ടാ പോയേ?
എങ്ങോട്ടാ പോയേ? എങ്ങോട്ടാ പോയി? സ്വർഗ്ഗത്തിലേക്ക് പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഴപ്പമുണ്ടോ? വിശ്വസിച്ചോട്ടെ. ദൈവത്തെ സംബന്ധിച്ച് ആ വ്യക്തി മരിക്കുകയാണോ ചെയ്തത്, ജനിക്കുകയാണോ ചെയ്തത്? ദൈവത്തെ സംബന്ധിച്ച് ആ വ്യക്തി മരിക്കുകയാണോ ചെയ്തത്, ജനിക്കുകയാണോ ചെയ്തത്? ജനിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സംശയമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ മരിക്കുക എന്ന് ദൈവം പറഞ്ഞാൽ വേറെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? മരണം എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥം, നമ്മുടെ അർത്ഥമല്ല. നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു വ്യക്തി മരിച്ചു നമ്മെ വിട്ടുപോയി എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോയി എന്നർത്ഥം. അങ്ങനെ ദൈവത്തിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയെ പറയുന്ന പേരാണ് ഒന്നാമത്തെ മരണം. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ മരണമുണ്ടോ? ദൈവത്തിന് മുമ്പിൽ രണ്ടാമത്തെ മരണമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ അത് കാണും. അന്ത്യവിധിയിൽ പാപാവസ്ഥയിലുള്ള സകല ആത്മാക്കളെ അവർ ശരീരത്തോടു കൂടി നരകത്തിലേക്ക് തള്ളും. അതിനെ പറയുന്ന പേരാണ് രണ്ടാമത്തെ മരണം. അപ്പം എത്ര ടൈപ്പ് മരണമുണ്ട്? ദൈവത്തിൻ്റെ കൺസെപ്റ്റിലെ മരണം പറയുന്നത് കേട്ടോ, നമ്മുടെ കൺസെപ്റ്റിലെ മരണമല്ല. നമുക്കൊരു മരണമുള്ളൂ. വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ, രോഗം ഉണ്ടാകുമ്പോൾ തട്ടിപ്പോകുന്നതാണ് നമ്മുടെ മരണം. പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഈ അവസ്ഥയൊന്നുമല്ല. ഹല്ലേലൂയ. ഒന്ന് വളരെയേറെ ഇരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ച് ഒന്നാമത്തെ മരണത്തെ പറയുന്ന പേര് പാപം, രണ്ടാമത്തെ മരണത്തെ പറയുന്ന പേര് നരകം. ഈ രണ്ട് അവസ്ഥയിലും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോകും. മനസ്സിലായോ? ഈ രണ്ട് അവസ്ഥയിലും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വിട്ടുപോകും. അപ്പൊ ഇതാണ് ദൈവത്തെ സംബന്ധിച്ച് മരണം. ഇത് മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഈശോ മിശിഹ പറഞ്ഞത്. ഈശോ എന്താ പറഞ്ഞത്? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിക്കുകയില്ല, നിത്യം ജീവിക്കും എന്ന് പറഞ്ഞാൽ അവൻ പാപത്തിലേക്കും പോകില്ല, അവൻ നരകത്തിലേക്കും പോകില്ല എന്ന് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ടാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ ഈശോ പറഞ്ഞത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ തിരിച്ചു വന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? വൈദികൻ അപ്പം എടുത്ത് ഉയർത്തി ഇത് ഭക്ഷിക്കുന്നതിന് മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ഭക്ഷിച്ച് വീട്ടിൽ പോയിട്ട് മരിക്കുന്നുണ്ടല്ലോ ബ്രദറെ, അല്ലേ? ഈശോയുടെ ശരീരം ഭക്ഷിച്ച് വീട്ടിൽ പോയിട്ട് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നെ മരിക്കില്ല എന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് മരിച്ചു എന്ന് ചോദിക്കരുത്. ഒന്നാമത്തെ മരണത്തിലും രണ്ടാമത്തെ മരണത്തിലും പെടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചുള്ള മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ല, ദൈവീക ജീവൻ നഷ്ടപ്പെടുന്നതിന് പറയുന്നത്. പറയാം എന്താ ദൈവീക ജീവൻ? എപ്പോഴാണ് കിട്ടിയത്? എപ്പോഴത് കിട്ടിയേ? ബൈബിൾ ഇങ്ങനെ പറയുന്നത്, മനുഷ്യൻ്റെ സൃഷ്ടിയിലെ ഇപ്രകാരം പറയുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വചനം, ദൈവമായ കർത്താവ് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം നാസാരന്തരങ്ങളിൽ നിശ്വസിക്കുകയും ചെയ്തു, അങ്ങനെ മനുഷ്യൻ ജീവനുള്ളതായി തീർന്നു. എഴുതിയിരുത്തുള്ളൂ ഉൽപ്പത്തി 2:7. എങ്ങനെയാണ് ജീവൻ കിട്ടിയത്? എങ്ങനെയാണ് ജീവൻ കിട്ടിയത്? മണ്ണുകൊണ്ട് മെനഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം ജഡം കൊണ്ട് മെനഞ്ഞു. എന്തുകൊണ്ട് മെനഞ്ഞു? ജഡം കൊണ്ട് മെനഞ്ഞു. എങ്ങനെയോ മെനഞ്ഞിട്ടായിരിക്കും, പരിണാമം വഴിയോ അല്ലാതെ എങ്ങനെയോ മെനഞ്ഞു. കുശവൻ കളിമണ്ണുകൊണ്ട് മെനഞ്ഞു എന്ന് വിചാരിക്കരുത്. ഈ മണ്ണിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുക്കുകയും ചെയ്തത്. പക്ഷെ മനുഷ്യൻ്റെ നാസാരന്തരങ്ങളിലേക്ക്, മൂക്കിലേക്ക് ഒരു ശ്വാസം അങ്ങോട്ട് ഊതി, റൂഹ, കാറ്റ് എന്നർത്ഥം. റൂഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താർത്ഥം? കാറ്റ്. അപ്പൊ നാസാരന്തരങ്ങളിലേക്ക് റൂഹായെ ഊതി അതിനെ നിശ്വസിച്ചു എന്ന് പറയുന്നത്.
ജീവനുള്ളതായി തീർന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ജഡത്തിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുമ്പോൾ എനിക്ക് ജീവൻ ലഭിക്കുന്നു. എപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകുന്നുവോ അപ്പോൾ മരണം സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മരണമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്ന അവസ്ഥയാണ്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവേശിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നത്. ഇതാണ് ദൈവിക ജീവൻ. പ്രൈസ് ദി ലോർഡ്. പാപം വഴി സംഭവിക്കുന്നത് ഈ ദൈവിക ജീവന്റെ നഷ്ടമാണ്. പാപം വഴി സംഭവിക്കുന്നത് ഈ ദൈവിക ജീവന്റെ നഷ്ടമാണ്. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ആദവും ഹവ്വയും നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ച ആ സ്പോട്ടിൽ അവർക്ക് എന്ത് സംഭവിക്കുകയാണ്? ദൈവിക ജീവൻ പരിശുദ്ധാത്മാവ് വിട്ടുപോവുകയാണ്. അപ്പോൾ ഒരുവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ നഷ്ടത്തിന് പറയുന്ന പേര്, രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവിക ജീവനാണ്. അതാണ് മരണം. ബൈബിളിലത്തെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുന്നതിനെ മരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രണ്ടെണ്ണമായിട്ടാ. ഇനി വല്ലതും നഷ്ടപ്പെട്ടുണ്ടോ നോക്കാം. ദൈവം എന്തിനാണ് ഏതെന്നോട്ടൊന്ന് പുറത്താക്കിയത്? ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വചനം വായിച്ചേ. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അമർത്യനായി എന്താ കുഴപ്പം? ദൈവം പരിശുദ്ധനാണ്, അമർത്യനാണ്. ശരിയോ തെറ്റോ? ഉറക്കെ പറയാമോ? ശരിയോ തെറ്റോ? ശരി. രണ്ടാമത്തത്, മാലാഖമാർ വിശുദ്ധരാണ്, അമർത്യരാണ്. ശരിയോ തെറ്റോ? വിശുദ്ധരല്ലേ? അമർത്യരല്ലേ? അതെ. പിശാച് പാപിയാണ്, അമർത്യനാണ്. ശരിയോ തെറ്റോ? ശരി. മനുഷ്യൻ വിശുദ്ധനായിരുന്നു, അമർത്യനായിരുന്നു. പാപം ചെയ്ത് ശ്രദ്ധിക്കണേ. മനുഷ്യൻ വിശുദ്ധനായിരുന്നു, അമർത്യനായിരുന്നു. പാപം ചെയ്ത് പാപിയായതിനു ശേഷം അമർത്യനായാൽ ദൈവത്തെ പോലെയാകുമോ, പിശാചിനെ പോലെയാകുമോ? മനുഷ്യൻ പിശാചിനെ പോലെ ആകാതിരിക്കേണ്ടതിന് ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? എന്താ പറഞ്ഞതിന് അർത്ഥം എന്ന് മനസ്സിലായോ? മനുഷ്യൻ അനശ്വര ജീവിയായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ നശ്വരതയില്ല, അനശ്വരതയാണ്. മാലാഖമാരെ പോലെയായിരുന്നു, അനശ്വര ജീവിയായിരുന്നു ദൈവം സൃഷ്ടിച്ചപ്പോൾ. വേദനകളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, സഹനങ്ങളില്ല. അനശ്വര ജീവികളായിട്ട് മനുഷ്യനെ നടക്കുക. പാപം കടന്നു വന്നിട്ട് മരണമില്ലാത്ത അനശ്വര ജീവിയായി നടന്നു പോയാൽ നമ്മൾ മാലാഖമാരെ പോലെയാകുമോ, പിശാചിനെ പോലെയാകുമോ? ഇങ്ങനെ പിശാചിനെ പോലെ ആകാതിരിക്കേണ്ടതിന് ദൈവം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ നഷ്ടത്തിന്റെ പേര് അമർത്യതയുടെ പഴം. ഹല്ലേലൂയ. അപ്പൊ അതിലൂടെ സംഭവിച്ചെന്നറിയാമോ? നശ്വരത കടന്നു വന്നു. ദൈവം സൃഷ്ടിച്ചത് അനശ്വരതയിലാണ്, പരിപൂർണതയിലാണ്. അതിനുശേഷം നശ്വരത കടന്നു വന്നു. ഈ നശ്വരത കടന്നു വന്നപ്പോൾ എന്തു വന്നു? സഹനങ്ങൾ വന്നു, പ്രകൃതി എതിരായി, വയനാട്ടിൽ ദുരിതം ഉണ്ടാവാൻ തുടങ്ങി, സുനാമി ഉണ്ടാവാൻ തുടങ്ങി. ഇനി നാലാമത്തെ നഷ്ടം കണ്ടുപിടിക്കുമ്പോൾ, നാലാമത്തെ നഷ്ടം ശ്രദ്ധിക്കണേ, നാലാമത്തെ നഷ്ടം. ഈ നഷ്ടങ്ങളൊക്കെ കണ്ടുപിടിച്ചത് എന്തിനാണ്? എന്തിനാ ഈ നഷ്ടങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്? എന്തിനാണ്? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ?
നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചു തരുന്നതാണ് രക്ഷ. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ രക്ഷകനുണ്ടെങ്കിൽ, ഈശോ മിശിഹ രക്ഷകനാണെന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ തിരിച്ചു തരണമേ വേണ്ടേ? അതാണ് നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാലാമത്തെ നഷ്ടം കണ്ടുപിടിക്കാൻ പോവാണേ. അതുവരെ ആദം ഹവ്വയും ഒരുമിച്ച് ഇരിക്കുമ്പോൾ ആദം ഹവ്വയെ കണ്ടാൽ പറയുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആദ്യത്തെ പ്രേമകാവ്യം ഇപ്പൊക്കെ കുറേ ആൺപിള്ളേർ പെൺപിള്ളേർ നടന്ന് പ്രേമകാവ്യം പറയാറുണ്ട്. ആദം തൻ്റെ ഭാര്യ ഹവ്വയെ കണ്ടപ്പോൾ ആദ്യമായിട്ടൊരു പ്രേമകാവ്യം പാടി. ആ പ്രേമകാവ്യം ബൈബിളിലുണ്ട്. എന്താണെന്നറിയാമോ? എന്താണത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും നീ എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ഇതാണ് ഫസ്റ്റത്തെ ലവ് ലെറ്റർ. ഹല്ലേലൂയ. ഭൂമിയിലുള്ള ഫസ്റ്റത്തെ ലവ് ലെറ്ററാണത്. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും നീ എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ഒന്നാണെന്നാണ് പറഞ്ഞതിനർത്ഥം. എന്നാൽ കേൾക്കണേ, എന്നാൽ പാപം കടന്നു വന്നപ്പോൾ ആദം എന്തു പറഞ്ഞു? ആരാ നിനക്ക് പഴം തന്നേ? നീ ഈ പഴം തിന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. കണ്ടോ? അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഉൽപ്പത്തി 3:12. പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കുടുംബ ജീവിതം തകർന്നു പോയി. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ. അതാണ് സംഭവിച്ചത്. ഹല്ലേലൂയ. അത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ സംഭവിച്ചു. ശ്രദ്ധിക്കണേ, സമൂഹത്തിൽ സംഭവിച്ചു. 3 തരത്തിലുള്ള ഭിന്നതയുണ്ട്. ഒന്ന് മേൽജാതിക്കാരൻ, കീഴ്ജാതിക്കാരൻ. മേൽത്തട്ടുകാരൻ, കീഴ്ത്തട്ടുകാരൻ. അതാണ് യഹൂദൻ, യവനൻ. രണ്ടാമത്തത് സ്ത്രീയും പുരുഷനും. ആർക്കാണ് മേധാവിത്യം? പുരുഷനാണോ മേധാവിത്യം? സ്ത്രീക്കാണോ മേധാവിത്യം? മൂന്നാമത്തത് അടിമയെന്നും ഉടമയെന്നും. മുതലാളിയാണോ തൊഴിലാളിയാണോ വലുത്? പാപം വന്നപ്പോഴുള്ള അവസ്ഥയാണിത്. പാപം കടന്നു വന്നപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, പുരുഷൻ സ്ത്രീയെ ഭരിക്കും, മുതലാളി തൊഴിലാളിയെ ഭരിക്കും, കയ്യൂക്കുള്ള സമ്പന്നൻ ദരിദ്രനെ ഭരിക്കും, കയ്യൂക്കുള്ള ഗുണ്ട അവിടെയുള്ള ആൾക്കാരെ ഭരിക്കും. കെട്ടിയോളും ഭാര്യയും ഭർത്താവും ഈക്വൽ ആകണമെന്നാണ് ദൈവത്തിൻ്റെ സ്വപ്നം. അതിൽ വിള്ളൽ സംഭവിച്ചതുകൊണ്ട് കയ്യൂക്കുള്ളവൻ ഭരിച്ചുകൊണ്ടിരിക്കും. ചില വീട്ടിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭരിക്കും, ചില വീട്ടിൽ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഭരിക്കും. അപ്പം 4 കാര്യം സംഭവിച്ചു, 4 നഷ്ടം സംഭവിച്ചു. എന്തൊക്കെയാ? ഒന്നാമത്തെ നഷ്ടം പറയൂ ഉറക്കെ പറയൂ. ഒന്നാമത്തെ നഷ്ടം, മറന്നുപോയാ? വിശുദ്ധിയുടെ വസ്ത്രം. രണ്ടാമത്തെ നഷ്ടം പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ നഷ്ടം ജീവന്റെ വൃക്ഷത്തിന്റെ പഴം. നാലാമത്തെ നഷ്ടം വിവാഹ ബന്ധത്തിൽ വിള്ളൽ. ജീവിതത്തിലേക്ക് കടന്നു വന്നത് പാപം, ശാപം, രോഗം, മരണം. 4 കാര്യം വന്നു. ഏതൊക്കെ വന്നത്? പാപം, ശാപം, രോഗം, മരണം. അപ്പോൾ ഒരു രക്ഷകൻ, ലോകത്ത് ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. ചിലർ ചോദിക്കാറുണ്ട്, എന്താ ക്രിസ്ത്യാനികളെ ഏകരക്ഷകൻ എന്ന് പറയുന്നത്? ഞങ്ങളുടെ ഭഗവാന്മാരൊന്നും രക്ഷകന്മാരല്ലേ? മറ്റു മതങ്ങളിലും ഉണ്ട് രക്ഷകൻ, അതുപോലെ രക്ഷകനാണ് ഈശോ എന്നാണ് ചിലർ പറയുന്നത്. അത് പറഞ്ഞിട്ട് ക്രിസ്ത്യാനിക്ക് വിചാരിക്കും, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അവരെ രക്ഷകൻ അവരുടെ ദൈവം, എൻ്റെ രക്ഷകൻ എൻ്റെ ദൈവം. ഇന്ന് പലരും വിചാരം അങ്ങനെയാ, അവരുടെ രക്ഷകൻ അവരുടെ ദൈവം, എൻ്റെ രക്ഷകൻ എൻ്റെ ദൈവം. ഭൂമിയിലുള്ള സകല രക്ഷകന്മാരും അവരവരുടെ സമൂഹത്തെ രക്ഷിക്കുക ചെയ്തത്. യുദ്ധത്തിൽ നിന്നോ യുദ്ധം ചെയ്തോ മറ്റെന്തെങ്കിലും കാര്യം രക്ഷിച്ചോ, അത്രേ ഉള്ളൂ, ബസ്. എന്നാൽ ഏകരക്ഷകനായ ഈശോ മിശിഹ നമുക്ക് രക്ഷ വാങ്ങി കുരിശിൽ വാങ്ങി തന്നപ്പോൾ
അവിടുന്ന് ചെയ്തത് എൻ്റെയും നിങ്ങളുടെയും എന്നേക്കുമുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ചു തരികയും കടന്നു വന്നവയെ നീക്കിക്കളയുകയും ചെയ്തത്. പാപം, ശാപം, രോഗം, മരണം ഇവയെ നീക്കിക്കളയാൻ ഏതെങ്കിലും രക്ഷകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈശോ മിശിഹായല്ലാതെ. ഈശോ കുരിശിൽ തൂങ്ങി മരിച്ച് രക്ഷ വാങ്ങി തന്നപ്പോൾ ആദ്യം തന്നത് വിശുദ്ധിയുടെ വസ്ത്രം. കിട്ടിയിട്ടുണ്ടോ? വിശുദ്ധിയുടെ വസ്ത്രം കിട്ടിയിട്ടുണ്ടോ? എപ്പോഴാണ് കിട്ടിയേ? മാമോദിസ സമയത്ത് പ്രതികാരമായിട്ട് ഒരു വെള്ളത്തുണി തരൂല്ലേ, ഒരു വെള്ള ഉടുപ്പ് തരും. ഇത് ധരിച്ചോ? ഇല്ലേ? ഉണ്ടോ? ഉറക്കെ പറയുന്നു, ഉണ്ടോ? എന്താ കാരണം? ആത്മാവിന് നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയുടെ വസ്ത്രം ഇതാ, മാമോദിസ. പരിശുദ്ധാത്മാവിന് എപ്പോഴാണ് കിട്ടിയത്? സ്ഥൈര്യലേപനം. തൈലാഭിഷേകം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക സ്ഥൈര്യലേപനം. മൂന്നാമത്തത്, ജീവന്റെ വൃക്ഷത്തിന്റെ പഴം എപ്പോഴാണ് കിട്ടിയത്? കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ഉറക്കെ പറയുന്നത്. വിശുദ്ധ കുർബാന. വിവാഹ ബന്ധത്തിൽ വിള്ളൽ എപ്പോഴാണ് മാറ്റി തന്നത്? അതിനാണ് ഈശോ മിശിഹാ വിവാഹം എന്ന കൂദാശ സ്ഥാപിച്ചത്. വേറൊരു മതത്തിലും വിവാഹം എന്ന കൂദാശ ഇല്ല. അവർക്കൊക്കെ ഒരു കരാറാണ്, കോൺട്രാക്ട്. മാമോദിസയെ കുറിച്ച് പറയാമോ? മാമോദിസ നിങ്ങൾക്കറിയാമോ? എന്താണ് മാമോദിസ എന്നറിയണം. നമ്മൾ അറിയണം. അപ്പോൾ നമുക്കതിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ വില അറിയുള്ളൂ. ഞാൻ എന്തിനാ മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത് എന്നതിൻ്റെ വില അറിയണമെങ്കിൽ എന്താണ് മാമോദിസ നമ്മൾ അറിയണം. ഈ ആദത്തിന്റെ ഹവ്വയുടെ ഉള്ളിൽ നിന്ന് വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിട്ട് എപ്പോഴും ഒന്ന് പ്രവേശിക്കുക. ആദവും പാപം ചെയ്തു, ഏതെന്ന് പുറത്താക്കപ്പെട്ടു, നശ്വരതയിലേക്ക് വീണു. പിന്നെ നോഹയുടെ ജലപ്രളയമാകുന്ന ആ ജലത്തെ മാമോദീസായോട്, ജ്ഞാനസ്നാനത്തോട് തുല്യപ്പെടുത്തിയിരിക്കുക. എന്തിനു വേണ്ടി? നിങ്ങൾക്കറിയാമോ? അവിടെ ഉണ്ടായിരുന്ന പ്രളയം എന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശിൽ മരണത്തിലെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും. ആ ജലമാണ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് നോഹയുടെ ജലപ്രളയത്തിലൂടെ മാമോദീസ അനുഭവമായി യേശുവിൻ്റെ രക്ഷയുടെ മുന്നാസ്വാദനമായി മാറുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിലൂടെ രക്ഷ പ്രാപിച്ച 8 പേരുടെ തലമുറ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നുള്ള ഓരോ മനുഷ്യരുടെ ഉള്ളിലും പരിശുദ്ധാത്മാവുള്ളത്. അതുകൊണ്ടാണ് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അവൻ്റെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് അവർ ദുഷ്ടന്മാരല്ലാത്തത്. കാരണം അവർക്ക് എവിടെ നിന്ന് കിട്ടി പരിശുദ്ധാത്മാവ്? നോഹയുടെ മക്കളും അന്ന് ജലപ്രളയമാകുന്ന മാമോദീസായോട് പ്രവേശിച്ചു. അവരുടെ തലമുറയായത്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ അതെവിടെ നിന്ന് വന്നു? ക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ജലം. അതാണ് നമുക്ക് ലഭിക്കുന്ന മാമോദീസ. ഈ മാമോദീസ ജലത്തിന്റെ പ്രത്യേകത, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജലത്തെ കടത്തിക്കൊണ്ടുവന്ന ചെങ്കടലിന്റെ അനുഭവം, അത് മാമോദീസയാണ്. പാപത്തു നിന്നുള്ള വിടുതൽ. ജോഷയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിൽ നിന്ന് ഇത് ഇസ്രായേൽ കാനാൻ ദേശത്ത് കിടക്കുമ്പോൾ ആ ജോർദാൻ നദി മുറിച്ചെടുക്കുന്ന അനുഭവം, അത് മാമോദീസയാ, നിത്യജീവനിലേക്കുള്ള പ്രവേശനം. എന്നാൽ ഇതിന്റെ ഒറിജിനൽ ഫോം എവിടെ കിടക്കുന്നത്? ഇതൊക്കെ പ്രതീകമാണെങ്കിൽ, ഇതൊക്കെ മുന്നാസ്വാദനമാണെങ്കിൽ, കറക്റ്റ് ആസ്വാദനം എവിടെ കിടക്കുന്നത്? യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും. ഹല്ലേലൂയ. മലതരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ജലമാണ് അവർ മുന്നാസ്വാദനം നടത്തിയത്. ഈ ജലമാണ് ലോകത്തുള്ള ഓരോ മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്നത്. ഈ ജലമാണ് എന്നെ കഴുകിയെടുക്കുന്നത്. ഈ ജലമാണ് ഈ കർത്താവിന്റെ തിരുവിലാവിൽ നിന്നൊഴുകി. ഈ ജലമാണ് സഭയുടെ പിറവി, മാമോദീസ തൊട്ടി. അതാണ്, അവിടെയാണ് ഞാൻ മാമോദീസ സ്വീകരിക്കുന്നത്. അവിടെയാണ് ഞാൻ സഭയിലേക്ക് ജനിക്കുന്നത്. യേശു തന്റെ കൃപാവരത്തിന് മുഴുവൻ ആസ്വാദനവും
ശക്തിയും നൽകിയിരിക്കുന്നത് സഭയ്ക്കാണെന്ന്. എന്താ കാരണം എന്നറിയോ? സഭയ്ക്ക് കൊടുക്കാൻ കാരണം അല്ലാതെ ഇവിടെ ഇരുന്ന് കർത്താവേ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞാലൊക്കെ ഒരു ലിമിറ്റുണ്ട്. സഭയിലാണ് അതിൻ്റെ പൂർണ്ണത. യേശു തൻ്റെ കൃപാവരം മുഴുവൻ തൻ്റെ ശിഷ്യന്മാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാമോയിസ കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയാൻ ഭരമേൽപ്പിച്ചു എന്ന് ബൈബിളിൽ പറയാം. നിങ്ങൾ മാമോയിസ കൊടുക്കണം, നിങ്ങൾ സൈർലേപനം കൊടുക്കണം, നിങ്ങൾ കുമ്പസാരിപ്പിക്കണം, ഇതൊക്കെ ബൈബിളിലുണ്ട്. നിങ്ങൾ കുർബാന കൊടുക്കണം. എന്തിനാ യേശു ഇത് ചെയ്തത്? ശിഷ്യന്മാരെ ബലമേൽപ്പിച്ചു, ഒരു സഭ സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുരിശിൽ പിടഞ്ഞു മരിച്ചു വാങ്ങിയ ഈ കൃപാവരമുണ്ടല്ലോ, എന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും കൊടുക്കണം. അത് നിങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ബലമേൽപ്പിച്ചു. വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ. ഈശോ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട്, യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ പറയാം, അവരുടെ മേൽ ദൈവം യേശു ക്രിസ്തു ഊതി നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. സൈർലേപന. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ കെട്ടുന്നുവോ കെട്ടപ്പെട്ടിരിക്കും. കുമ്പസാര. യോഹന്നാൻ 20-22. കുരിശിൽ നിന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിച്ചതാ കുമ്പസാരവും കുർബാനയും. പെസഹാ നാളിൽ കുർബാനയും കുമ്പസാരവും സ്ഥൈര്യലേപനവും. അതാണ് അവിടെ സംഭവിച്ചത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. രണ്ടാമത് എന്താ ചെയ്തത്? ആരുടെ പാപം ക്ഷമിക്കുന്നവോ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം കെട്ടുന്നവോ കെട്ടപ്പെട്ടിരിക്കും. കുമ്പസാരം. അപ്പൊ ഇതാണ് ഈശോ മിശിഹ താൻ നേടിയെടുത്ത രക്ഷ മുഴുവൻ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു. ശിഷ്യന്മാരത് ആർക്ക് കൊടുക്കും? അവർ മരിച്ചു പോവില്ലേ? മരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ അധികാരം അവർ അവരുടെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? അവരുടെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? അവരുടെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ച് എവിടെത്തി? ആരുടെ കയ്യിലിപ്പുള്ളത്? ഇപ്പോഴത്തെ മെത്രാന്മാരുടെ കയ്യിലതുള്ളത്. ഇപ്പോഴത്തെ ഉറക്കെ പറയും, ആരുടെ കയ്യിലുള്ളത്? മെത്രാന്മാരുടെ കയ്യിലുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? യേശു ശിഷ്യന്മാരനെ ഏൽപ്പിച്ചു, ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരനെ ഏൽപ്പിച്ചു, അവരുടെ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാരനെ ഏൽപ്പിച്ചു. ഇങ്ങനെ കൈമാറി എവിടെ എത്തി? ഇപ്പോഴത്തെ മെത്രാന്മാരുടെ കയ്യിൽ ഈ അധികാരമുണ്ട്. ഏതെങ്കിലും പള്ളിയിൽ അച്ഛനോട് മെത്രാന്മാർ പറയും, നീ കുമ്പസാരിപ്പിച്ചോ? അപ്പം അച്ഛൻ റെഡി. ആ മെത്രാൻ അച്ഛനോട് പറയണം, നീ കുമ്പസാരിപ്പിക്കണ്ട. അപ്പം കഴിഞ്ഞു. നീ കുർബാന ചൊല്ലിക്കോ? മെത്രാൻ അച്ഛനോട് പറഞ്ഞു. അപ്പം കുർബാന റെഡി. അപ്പം മെത്രാൻ പറയണം, നീ നാളോട് കുർബാന ചൊല്ലണ്ട. കഴിഞ്ഞു. അധികാരം ആരുടെ ഉള്ളത്? മെത്രാന്മാരല്ല. അതിനെ പറയുന്ന പേര് സഭ. അതിനെ പറയുന്ന പേര് ശ്ലൈഹിക പാരമ്പര്യം. എന്തുകൊണ്ട് തന്നത്? യേശുവിൻ്റെ രക്ഷ അവിടെയും പോകാതെ ഇത് കുദാശ സ്വീകരിക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ലെങ്കിലും ആർക്ക് നിർബന്ധമുണ്ട്? കുരിശുമ്മ കിടന്ന് പടഞ്ഞവന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരനെ ഏൽപ്പിച്ചു കൊടുത്തുക. മര്യാദയ്ക്ക് കൊടുത്തോന്ന് ശിഷ്യന്മാരത് വള്ളിപുള്ളി തെറ്റാതെ തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പോയേക്ക. അതാണ് നമ്മെ പിടിച്ചിട്ട് ആണ്ടിലൊരിക്കൽ കുമ്പസാരിച്ചിട്ടുണ്ടോ അച്ഛന്മാർ ചോദിക്കുക. അച്ഛന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ കുമ്പസാരിക്കണ വേണം, ഞാൻ തീരുമാനിക്കും. അവർ ചോദിക്കാൻ കാരണം എന്താ? കർത്താവ് അവരെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. സ്വർഗത്തിൽ 3 സാക്ഷികളാണുള്ളത്: ജലം, രക്തം, ആത്മാവ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 7-ാം വാക്യം എഴുതിയെടുത്തോ, മറക്കണ്ട. സ്വർഗത്തിൽ 3 സാക്ഷികളാണുള്ളത്: ജലം, രക്തം, ആത്മാവ്. നമ്മൾ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുമ്പോഴേ, നീ കൊള്ളാലോ മോനെ, നീ സ്വർഗത്തേക്ക് വന്ന് കാണല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് ആരടാ സ്വർഗത്തിൽ പോയി അനുവാദം തന്നത്? അപ്പോൾ നീ പറയണം, ജലം, രക്തം, ആത്മാവ്, ഇത് 3 എനിക്ക് വേണ്ടി സാക്ഷ്യം നിൽക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിന് അർഹപ്പെട്ട. ജലം എന്താ?
നീ സ്വീകരിച്ച മാമോദിസ. രക്തം എന്താ? നീ സ്വീകരിച്ച വിശുദ്ധ കുർബാന. ആത്മാവെന്താ? നീ സ്വീകരിച്ച സ്ഥൈര്യലേപനം. ഇത് തന്നെയാണ് സഭ പറയുന്നത് പ്രാരംഭ കുദാശകൾ. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഇത് മൂന്നും അവന് അവകാശപ്പെട്ടതാ: മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന.